കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്താടാ ആദിത്യ, എങ്ങോട്ടാ പോകുന്നതെന്ന് പറ. പോയിക്കൊണ്ടിരിക്കല്ലേ മുത്തശ്ശി, അവിടെ ചെല്ലുമ്പോ കാണാലോ. എവിടാന്നൊന്ന് പറയടാ. ഒന്നും മിണ്ടാതെ വന്നേ മുത്തശ്ശി. എവിടാണോ? അന്നപൂർണമ്മ വന്നല്ലോ. നമസ്കാരം അമ്മേ. നമസ്കാരം. നമസ്കാരം അമ്മേ. ആദിത്യ, ഇങ്ങോട്ടെന്തിനാ കൂട്ടിക്കൊണ്ടുവന്നേ? മുത്തശ്ശിക്ക് കേട്ടാൽ അറിയായിരിക്കും. ഇത് ഓങ്കാര അമ്മൻ കോവിൽ. ഈ കോവിലേക്ക് കൊണ്ടുവരാനാ ഇവിടം വരെയും നിങ്ങളെ നടത്തിച്ചു കൊണ്ടുവന്നത്. ദേ, ഇനി നന്നായി പ്രാർത്ഥിച്ചോളൂ മുത്തശ്ശി. ഭക്തരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഇവിടെയുള്ളത്. നമ്മുടെ പ്രശ്നത്തിനും ഈ ദൈവത്തോട് പറഞ്ഞാൽ ഉറപ്പായൊരു പരിഹാരം ഉണ്ടാവും. അതിനാ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്. അതെ അമ്മേ, അമ്മയ്ക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആ ദേവി തീർത്തു തരും. ഓംകാര പരമേശ്വരി അമ്മേ, എന്റെ മകന് ആയുർദോഷം വന്നിരിക്കുന്നു. ഞാൻ നിത്യവും പൂജിച്ചുകൊണ്ടിരുന്ന നാഗമാതാവ് എന്റെ മകനെ കൊന്ന് അവന്റെ ജീവൻ എടുക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്റെ മകനെ മൃത്യുദോഷത്തിൽ നിന്ന് നീ തന്നെ രക്ഷിക്കണം അമ്മേ, നീ തന്നെ രക്ഷിക്കണം. അമ്മേ ഓങ്കാര പരമേശ്വരി, എനിക്ക് എന്റെ അനിയത്തി എന്നാൽ ജീവനാണ്. ചെറിയ പ്രായം തൊട്ടേ എന്റെ അനുജത്തി നന്നായിരിക്കാനും അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാനും ആഗ്രഹിച്ചു അമ്മേ. എന്നാലിപ്പോ എന്റെ അനുജത്തിയുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല ഭയം തോന്നുന്നു അമ്മേ. അവൾക്ക് എന്ത് പറ്റും, അർജുൻ എന്ത് സംഭവിക്കും എന്നോർത്ത് നല്ല ഭയമുണ്ട്. എങ്ങനെയെങ്കിലും എന്റെ അനുജത്തിയെയും ഭർത്താവിനെയും നീ തന്നെ രക്ഷിക്കണം. അമ്മേ, ഓംകാര പരമേശ്വരിയോട് അമ്മയുടെ ദുഃഖങ്ങളെല്ലാം പറഞ്ഞല്ലോ. ഇന്നിവിടെ പ്രത്യേക ദിവസമായതുകൊണ്ട് തന്നെ അമ്മയുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇവിടെ വെച്ച് തന്നെ കിട്ടും. ആ അമ്മ ഉത്തരവരുളും. അമ്മ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ദേവിയെ കുമ്പിട്ടാ മാത്രം മതി. എല്ലാ പ്രശ്നങ്ങളും അവിടുന്ന് തീർത്തു തരും. അമ്മേ, അമ്മയുടെ പ്രശ്നങ്ങൾ പറഞ്ഞതുകൊണ്ട് ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പറഞ്ഞു തരാനായി ദേവി ഈ ദേഹത്ത് പ്രവേശിച്ചിരിക്കുക. അമ്മേ, അമ്മേ ദേവി, എന്റെ മകന്റെ ജീവിതം നന്നായിരിക്കണം. അവന്റെ ജീവന് ഒരാപത്തും വരുത്തരുതേ അമ്മേ. അതിനൊരു പരിഹാരം കാണിച്ചു തരണേ അമ്മേ. നിന്നെ വിശ്വസിച്ചു മാത്രം ഇവിടെ വന്നിരിക്കുന്നത് അമ്മേ. ഒരു പരിഹാര മാർഗം നീ തന്നെ കാണിച്ചു തരണേ അമ്മേ. അപേക്ഷിക്കാൻ ഞാൻ. നിന്റെ മകൻ വലിയൊരു പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ് അമ്മേ. നിന്റെ മകന് ജാതക ദോഷമുണ്ടമ്മേ. അതുകൊണ്ടാണ് നാഗമാതാവ് അവനെ കൊല്ലാൻ നോക്കുന്നത്.
നാഗമാതാവ് അവനെ കൊല്ലാതെ വിടില്ല അമ്മേ. അമ്മേ, അവിടുന്ന് എല്ലാം അറിയുന്നവളാണ്. എന്റെ പ്രശ്നത്തിനൊരു തീർപ്പ് കൽപ്പിച്ച് ഈ ദുരിതങ്ങളിൽ നിന്ന് കരകയറ്റണേ അമ്മേ. അത് അമ്മയ്ക്ക് മാത്രമേ സാധിക്കൂ. ദയവ് ചെയ്ത് ഞങ്ങളുടെ കണ്ണുനീര് കാണണേ അമ്മേ. എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും മകളെ? അമ്മേ, ദേവി, അങ്ങ് തന്നെ ഇങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യാനാ ഞങ്ങള്? അങ്ങ് ഞങ്ങളുടെ അമ്മയല്ലേ, അങ്ങ് തന്നെ ഞങ്ങളെ സംരക്ഷിക്കണം. അമ്മേ, അവിടുന്ന് ഞങ്ങളെ ഈ ദോഷത്തിൽ നിന്ന് രക്ഷിക്കണം. അങ്ങ് രക്ഷിക്കണം, എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അമ്മേ ദേവി, എന്റെ മകനെ നീ തന്നെ രക്ഷിക്കണേ ദേവി. കഴിയില്ലെന്ന് മാത്രം പറയരുതേ. എന്റെ മകനെ രക്ഷിക്ക്, നീ തന്നെ രക്ഷിക്കണേ ദേവി. ഇതിനുറപ്പായും പരിഹാരമുണ്ട് അമ്മേ. നിന്റെ മരുമകളുടെ താലി നിനക്ക് രക്ഷിക്കണമെങ്കിൽ, അവൾ സുമംഗലിയായിരിക്കണമെങ്കിൽ, ആ ഗൗരി ദേവിക്ക് 1,00,000 മഞ്ഞൾ കൊണ്ട് പൂജ ചെയ്യണം. നിങ്ങൾ ആ പൂജ ചെയ്യുകയാണെങ്കിൽ ഗൗരി ദേവി അതിൽ തൃപ്തിപ്പെട്ട് നിങ്ങളുടെ മക്കളുടെ മേലുള്ള എല്ലാ ദോഷങ്ങളും അകറ്റിക്കളയും. അമ്മേ, നിന്റെ പ്രശ്നത്തിലുള്ള പരിഹാരം ഇതാണ് അമ്മേ. 1,00,000 മഞ്ഞൾ കൊണ്ട് എത്രയും വേഗം ആ പൂജ നടത്തൂ. അമ്മേ, അവരുടെ ദോഷങ്ങളെല്ലാം തീർന്ന് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടായി കഴിഞ്ഞാൽ 1,00,000 മഞ്ഞൾ കൊണ്ട് പൂജ ചെയ്തേക്കാം അമ്മേ. വേറെ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ ചെയ്യാം അമ്മേ. അവിടുന്ന് പറയുന്നത് പോലെ എല്ലാം ചെയ്തോളാം. ഉറപ്പായി ചെയ്യാം അമ്മേ. അമ്മേ ശാന്തയാകൂ, ശാന്തയാകൂ. പറയുന്നത് പോലെ ചെയ്യാം. അമ്മ പറയുന്നത് പോലെയൊക്കെ ചെയ്യാം. അവിടുന്ന് പറഞ്ഞതുപോലെയുള്ള പൂജകളൊക്കെ ചെയ്ത് അവനെ ദോഷത്തിൽ നിന്ന് ഞാൻ രക്ഷിച്ചെടുത്തോളാം അമ്മേ. ഞങ്ങളെ അനുഗ്രഹിക്കണേ അമ്മേ. ഉറപ്പായും ചെയ്യാമേ. അമ്മേ, അമ്മേ ശാന്തയാകൂ അമ്മേ. അമ്മേ, അമ്മേ ശാന്തയാകൂ. ശാന്തയാകൂ അമ്മേ. ശാന്തിയാകമേ, അമ്മേ, അമ്മേ ശാന്തിയാകമേ. അമ്മ പറഞ്ഞതുപോലെ തന്നെ അവർ ചെയ്യാന്ന് പറഞ്ഞില്ലേ? ശാന്തയാകൂ അമ്മേ, ശാന്തയാകൂ അമ്മേ, ശാന്തയാകൂ. ആ ഓംകാര പരമേശ്വരി പറഞ്ഞതുപോലെ പൂജ ചെയ്ത നമുക്കുണ്ടായ എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും. അർജുൻ, ഭവാനി, ദേ അങ്ങോട്ടൊന്ന് നോക്കിയേ. നിങ്ങളെല്ലാവരും പുറത്തു നിന്നാണല്ലോ വരുന്നേ. എങ്ങോട്ടേക്കാ പോയത് മുത്തശ്ശി? ഇവിടെ തൊട്ടടുത്തുള്ള ഓംകാര പരമേശ്വരി ക്ഷേത്രത്തിൽ പോയി വരിക ഞങ്ങള്. ഗ്രാമദേവതയായ ഓംകാര പരമേശ്വരി നമ്മുടെ പ്രശ്നത്തിന് ഒരു നല്ല പരിഹാരം പറഞ്ഞു ഭവാനി. എന്താ പറഞ്ഞത് ഏട്ടത്തി? ദേവിക്ക് 1,00,000 മഞ്ഞൾ അർപ്പിച്ച് ഗൗരി ദേവിയുടെ വ്രതം നോറ്റാൽ നിങ്ങൾക്കുള്ള എല്ലാ പ്രശ്നങ്ങളും മാറും. അർജുനെ ബാധിച്ചിരിക്കുന്ന ആയുർദോഷത്തിൽ നിന്ന് അവൻ മുക്തനായിട്ട് വെളിയിൽ വരും. ആ നോയമ്പെടുത്ത എല്ലാം നല്ലതേ സംഭവിക്കൂന്ന് ആ അമ്മ പറഞ്ഞു. നല്ലത് സംഭവിക്കുമെങ്കിൽ ഞാൻ ഉറപ്പായും ആ പൂജ ചെയ്യാം മുത്തശ്ശി. അർജുന് വേണ്ടി ഞാൻ ഉറപ്പായും ചെയ്യും. അത് ചെയ്യണം മോളെ. ഈ ശുഭകാര്യം വിചാരിച്ചതുപോലെ തന്നെ മംഗളമായിട്ട് നടക്കണം. ഈ വ്രതം കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ തമ്മിലുള്ള ആ മംഗളകാര്യം കൂടി നടന്നു കഴിഞ്ഞാൽ ഉടനെ പിന്നെ യാതൊരു ഭയവും വിഷമവും ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ രണ്ടുപേരും പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഉറപ്പായിട്ടും ഭയഭക്തി ബഹുമാനങ്ങളോടുകൂടി ആ പൂജ ചെയ്തിരിക്കണം മോളെ. ഉറപ്പായും ചെയ്യാം അപ്പച്ചി, ഉറപ്പായും ചെയ്യാം. ഭവാനി, നീ ആ ദോഷത്തുനിന്ന് പുറത്തു വരണമെങ്കിൽ
ഉറപ്പായിട്ട് നീ ആ പൂജ ചെയ്യണം മോളെ. അതെ ഭവാനി, ഈ ഗൗരി ദേവി പൂജ നീ ഉറപ്പായും ചെയ്യണം. ഏട്ടാ, ഞാൻ ഇതുവരെയും ചെയ്ത പൂജകളെല്ലാം നല്ലത് മാത്രമല്ലാതെ മോശമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. ഈ വീട്ടിൽ പൂജ ചെയ്ത ഉറപ്പായും നല്ലത് മാത്രമേ സംഭവിക്കൂ. എനിക്ക് ആ വിശ്വാസമുണ്ട്. ഉറപ്പായും ഞാൻ ചെയ്യാം ഏട്ടാ, ഉറപ്പായും ഞാൻ ചെയ്യും. നമ്മുടെ പ്രശ്നത്തിനും ഈ ദൈവത്തോട് പറഞ്ഞാൽ ഉറപ്പായും ഒരു പരിഹാരം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ തന്നെ 1 ലക്ഷം മഞ്ഞൾ തയ്യാറാക്കാൻ ജോലിക്കാരോട് പറഞ്ഞതാ. നമസ്കാരം ആദിത്യേട്ടാ. ഇതെവിടെ വെക്കണ്ടേ? അകത്തുകൊണ്ട് ഉച്ചയ്ക്ക്. ആ ശരി ഏട്ടാ. ശരി ഏട്ടാ. വേറെന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ വിളിക്കണേ. ഉറപ്പായും പറയാം. എന്നാ പോയിട്ട് വരാം. കൗസല്യ, ആ ചാക്കിലുള്ള 1 ലക്ഷം മഞ്ഞൾ എടുത്തിട്ട് പൂജക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യാ. ചെല്ല. ആ ശരിയേട്ടാ. ശരിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ നിൽക്കുകയാണോ? പോയി ജോലി ചെയ്യാ. ദേ പോവാ. ആദിത്യ, പോയി ജോത്സ്യനോട് വരാൻ പറ. പൂജയ്ക്ക് എന്താ വേണ്ടെന്ന് അദ്ദേഹത്തോട് ചോദിക്ക്. 1 നിമിഷം പോലും താമസിക്കണ്ട. വിചാരിച്ചത് വിചാരിച്ച പോലെ തന്നെ നടക്കണം. എന്താ മനസ്സിലായോ? അപ്പച്ചി. രംഗയ്യ, നിക്കടാ. അർജുൻ, 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 നിക്ക് അർജുൻ. എന്താ ഇങ്ങനെ ഡള്ളായിരിക്കുന്നത് അർജുൻ? ഈ പൂജ നടന്നു കഴിഞ്ഞാൽ എല്ലാം നല്ലത് സംഭവിക്കുമെന്ന് എല്ലാവരും വിശ്വസിക്കുകയല്ലേ? നീ എന്താ ഒട്ടും സന്തോഷമില്ലാതെ ഇങ്ങനെ ഡള്ളായിരിക്കുന്നത് അർജുൻ? ഭവാനി, നീ ഇനി എന്ത് പൂജ ചെയ്താലും നാഗദേവത അതിനെ തടയാൻ ശ്രമിക്കും. അതില് യാതൊരു സംശയവും വേണ്ട ഭവാനി. ഇപ്പോ നീ വീണ്ടും പൂജ ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. നാഗദേവത ഈ കാര്യം ഉറപ്പായിട്ടും അറിയും. ആ പൂജയ്ക്ക് തടസ്സമുണ്ടാക്കാനായി നാഗദേവത എന്തെങ്കിലും ഒന്നും ചെയ്യാതിരിക്കില്ല. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ആ ഒരു കാര്യം ഓർത്താ എനിക്ക് പേടി. അർജുൻ, ടെൻഷൻ ആവേണ്ട ഒരു ആവശ്യമില്ല. നാഗമാതാവ് ഓരോ തടസ്സങ്ങൾ ഉണ്ടാക്കിയാലും ഞാൻ ചെയ്ത ഓരോ പൂജകളും അതിന്റെ ഫലപ്രാപ്തിയിലെത്തി. നമ്മൾ ചെയ്ത പൂജകൾ കൊണ്ട് നമുക്ക് നല്ലത് മാത്രമല്ലേ സംഭവിച്ചിട്ടുള്ളൂ. ഇപ്രാവശ്യവും നമുക്ക് ഒരു തടസ്സവുമില്ലാതെ ഈ പൂജകൾ ചെയ്യാൻ സാധിക്കും. ഉറപ്പായിട്ടും നമുക്ക് നല്ലത് മാത്രമേ സംഭവിക്കൂ. ഒരു പക്ഷേ നാഗദേവത ഞാൻ ചെയ്യുന്ന പൂജയ്ക്ക് എന്തെങ്കിലും തടസ്സം നിൽക്കണമെന്ന് വിചാരിച്ചാൽ ഈ പൂജ ചെയ്യാൻ പറഞ്ഞ ഓംകാര പരമേശ്വരി തന്നെ ഈ പൂജയ്ക്കുള്ള തടസ്സങ്ങൾ നീക്കിത്തരും. എല്ലാം അവിടുന്ന് തന്നെ നോക്കിക്കോളും. അർജുൻ, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. അർജുന കല്യാണം കഴിക്കാതെ ഞാൻ ഇവിടുന്ന് പോകില്ല. നിനക്ക് ശിക്ഷ തരാതെ വേറെ മാർഗമില്ല. ഓം നമഃ ശിവായ. മര്യാദയ്ക്ക് കണ്ണാടിക്കൂട്ടിൽ വന്ന് കയറാൻ.
ഒന്ന് വെറുതെ വിട്. എന്നെ പുറത്ത് വിട്. ഞാൻ പറയുന്ന കേക്ക്. ആവശ്യമില്ലാത്ത കാര്യം നിങ്ങൾ ചെയ്യുന്നേ. എന്നെ വെറുതെ വിട്. എന്നെ തുറന്നു വിട്. മോനെ, നിന്നെ തന്നെയാണോ വിളിച്ചത്? ഇങ്ങ് വന്നേ. ആരോ എന്നെ ഇതിനുള്ളിൽ കുഴിച്ചിട്ടു മോനെ. വേഗം എന്നെ പുറത്തേക്കെടുത്തേ. വേഗം ആവട്ടെ. ഏയ്, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? അമ്മേ, അമ്മേ. ഏട്ടാ, മോനെവിടെ? അറിയില്ലടി, ഇവിടെ നിന്നേ. വാ, നമുക്ക് പോയി നോക്കാം. അമ്മേ, അമ്മേ, അച്ഛാ, നിങ്ങൾ എവിടെയാ? അമ്മേ, അച്ഛാ. മോനെ, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? വാ, നമുക്ക് പോകാം. നാഗിനി, എന്നെ പുറത്തു വരാൻ സമ്മതിക്കാതെ നീ വലിയ തെറ്റാ ചെയ്തത്. നാഗിനി, ആ കൊച്ചു പയ്യൻ എന്നെ സഹായിക്കാൻ വന്നത് നീ തടഞ്ഞു. ഞാൻ തീർച്ചയായും നിന്നെ വെറുതെ വിടില്ല. ഏയ്, പറയുന്നതൊന്നും കേൾക്കാതെ അഹങ്കാരമാണ് നീ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിന്നെ ജീവനോടെ ഇങ്ങനെ കുഴിച്ചിട്ടിരിക്കുന്നത്. നീ അത് മറക്കരുത്. നിനക്കെന്നെ ജീവനോടെ കുഴിച്ചു മൂടാനല്ലേ കഴിഞ്ഞുള്ളൂ. എന്നെ കൊല്ലാൻ കഴിയില്ല. തീർച്ചയായും എങ്ങനെയെങ്കിലും ഞാൻ പുറത്ത് വന്നിരിക്കും. അന്ന് ഞാൻ ഓരോരുത്തരെയും കൊല്ലും. ഏയ്, നീ പുറത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. നീ ചെയ്ത തെറ്റിന് ജീവിതകാലം മുഴുവൻ നീ ഇങ്ങനെ തന്നെ അനുഭവിക്കണം. അനുഭവിച്ചേ മതിയാകൂ. അത് നിന്റെ തോന്നലാണ്. ഞാൻ എന്റെ അർജുന് വേണ്ടി തീർച്ചയായും പുറത്തു വരും. അർജുൻ എനിക്ക് സ്വന്തമാണ്. അത് ആർക്കും തടയാൻ കഴിയില്ല. നീ പകൽ സ്വപ്നം കാണുകയാണ്. നീ സ്വന്തമാക്കണമെന്ന് വിചാരിക്കുന്ന അർജുനെ ഞാൻ എന്റെ ഈ കൈകൾ കൊണ്ട് കൊല്ലാൻ പോകുകയാണ്.
ഞാൻ സ്വന്തമാക്കാനിരിക്കുന്ന എന്റെ അർജുന് നീ എങ്ങനെയെങ്കിലും അപകടപ്പെടുത്തുകയാണെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. അവൻ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല നാഗിനി. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും ഞാൻ. മായ, അർജുൻ എന്റെ കൈകൊണ്ട് തന്നെയാ മരിക്കാൻ പോകുന്നത്. അതാരെ കൊണ്ടും തടയാൻ സാധിക്കില്ല. അധികം വൈകാതെ തന്നെ അർജുൻ മരണപ്പെട്ടിരിക്കും. ഭാഗ്യമുള്ളത് കൊണ്ടാണ് അവൻ എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ രക്ഷപ്പെടുന്നത്. ആ അർജുന്റെ മരണം നീ എന്നും ഓർത്തിരിക്കും. നീ നേരിട്ട് കണ്ടോ? ആ അർജുനെ ഞാൻ കൊല്ലാതെ വെറുതെ വിടാൻ പോകുന്നില്ല. ഉറപ്പായും കൊന്നിരിക്കും. നാഗിനി, നീ എന്റെ അർജുനെ അപകടപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ നിന്നെ മാത്രമല്ല, നീ കല്യാണം കഴിക്കാനിരിക്കുന്ന നിന്റെ പ്രഭുവിനെയും ഞാൻ കൊന്നുകളയും. അതൊക്കെ നിന്റെ തോന്നല. നിനക്കെന്നെ സ്പർശിക്കാൻ പോലും കഴിയില്ല. നീ പുറത്തു വരണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാനും പോകുന്നില്ല. ഞാൻ എങ്ങനെയെങ്കിലും പുറത്ത് വരിക തന്നെ ചെയ്യും. എന്റെ അർജുനെ ഞാൻ രക്ഷിക്കുകയും ചെയ്യും. ഏയ്, അർജുൻ ഇനി അധിക നേരം ജീവനോടെ ഇരിക്കാൻ പോകുന്നില്ല. എപ്പോഴെങ്കിലും അല്ല, ഇപ്പൊ തന്നെ അർജുനെ ഞാൻ കൊല്ലാൻ പോകുകയാണ്. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയോ അത് ചെയ്. നാഗിനി, നിൽക്ക്. നാഗിനി, നിൽക്ക്. എന്റെ അർജുനെ ഒന്നും ചെയ്യരുത്. കൗസല്യേ, ഭവാനി, കണക്ക് ശരിയാണോന്ന് നോക്ക് മക്കളെ. എണ്ണത്തിൽ ഒരു പ്രശ്നവും വരാൻ പാടില്ല. 1 ലക്ഷം തന്നെ ഉണ്ടാവണം. ശരി മുത്തശ്ശി, ഒന്നിനു പകരം 4 തവണ എണ്ണയാ വയ്ക്കുന്നത്. പെട്ടെന്ന് അത് ചെയ്തു തീർക്ക്. അതെ, ഇവരൊക്കെ എന്താ ചെയ്യുന്നേ? നിന്നെ പോലെ തന്നെ ഞാനിവിടെ നിൽക്കുമല്ലേ. ആ നോക്കാം. നമസ്കാരം അമ്മേ. അന്നപൂർണ്ണമ്മേ നമസ്കാരം. നമസ്കാരം ജോത്സരെ. അങ്ങയ്ക്ക് വേണ്ടിയാ ഞങ്ങൾ ഇവിടെ കാത്തിരുന്നത്. ആ അമ്മേ, ഗൗരിദേവി പൂജയ്ക്ക് ഞാൻ പറഞ്ഞതൊക്കെ എത്തിച്ചുവല്ലോ അല്ലേ? എല്ലാം തയ്യാറായി ജോത്സരെ. അവിടെയെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ജോത്സര് പോയി അവിടെ ഇരുന്നോളൂ. വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞാ മതി, ഞങ്ങള് കൊണ്ടുവന്ന് തരാം. ആ ശരി മോളെ. പെട്ടെന്ന് ചെയ്തു തീർക്ക്. ജോത്സ്യം വന്നതല്ലേ. അതെ, കഴിഞ്ഞു മുത്തശ്ശി.